പ്രിയമുള്ളവരെ, ലക്ഷദ്വീപിൽ ഞങ്ങൾ നടത്തിയ സന്ദർശനത്തിനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷദ്വീപിൽ സഞ്ചാരികൾ പ്രധാനമായും സന്ദർശിക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്: പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കാനും സീ ഫുഡ് കഴിക്കുന്നതിനും വാട്ടർ സ്പോർട്സ് നടത്തുന്നതിനും. വാട്ടർ സ്പോർട്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങുമാണ്. ലക്ഷദ്വീപ് സന്ദർശനത്തിൽ ഞങ്ങളും ഒരു ദിവസം സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി മാറ്റിവെച്ചു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം രാവിലെ 9 മണിക്ക് ഞങ്ങൾ ബീച്ചിലെത്തി. പ്രത്യേക പരിശീലനം നേടിയ സ്കൂബ ഡൈവിംഗ് ടീം ഞങ്ങളെ കാത്തിരുന്നു. സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന് മുമ്പായി എന്താണ് സ്കൂബ ഡൈവിംഗ് എന്നും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും ഒരു ചെറിയ വിശദീകരണം നൽകി. തികച്ചും അപകടരഹിതമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഞങ്ങളിൽ കുറച്ച് പേർ മാത്രമാണ് സ്കൂബ ഡൈവിങ്ങിന് തയ്യാറായത്. ശാരീരിക അവശത ഉള്ളവരും അതേപോലെ തന്നെ ചെറിയ അസുഖമുള്ളവരും മറ്റും ഇതിൽ നിന്നും വിട്ടുനിന്നു. കുട്ടികൾക്ക് ഇത് ചെയ്യുന്നത് ഒട്ടും അനുയോജ്യമല്ല. തീരത്ത് നിന്ന് 1-2 കിലോമീറ്റർ അകലെയായി കൂടുതൽ ആഴമില്ലാത്ത പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഒരിടം സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി കണ്ടെത്തി. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പരിശീലകരും 1 ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഏകദേശം 45 മിനിറ്റ് സമയം എടുക്കും. സ്കൂബ ഡൈവിങ്ങിൽ പങ്കെടുക്കുന്നവർ ഒരു ഓക്സിജൻ സിലിണ്ടർ അടങ്ങിയ ജാക്കറ്റ് ധരിക്കും. ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടെ വെള്ളത്തിനിടയിൽ ശ്വസിക്കാം. പ്രത്യേക പരിശീലനം ഒന്നും തന്നെ ആവശ്യമില്ല. ഓരോ ഘട്ടത്തിലും സഹായിക്കുന്നതിനായി പരിശീലകൻ കൂടെ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് കടലിൻ്റെ ഓരോ ഭാഗത്തേക്കും നമ്മളെ നയിക്കുന്നതും ഓരോ കാഴ്ചകൾ കാണിച്ചു തരുന്നതും. വെള്ളത്തിനിടയിലെ ഉയർന്ന മർദ്ദം കാരണം ചെവി കൊട്ടിയടക്കപ്പെടും. ആ സമയത്ത് മൂക്കുപൊത്തി ഉള്ളിലുള്ള മർദ്ദം പുറത്തു കളയും. സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന വ്യക്തികൾ സഹായവുമായി സംവദിക്കുന്ന ചില ആംഗ്യങ്ങളിലൂടെയാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ കടലിന് മുകളിലേക്ക് ഉയർന്നു വന്ന് അത് പരിഹരിച്ചതിന് ശേഷം വീണ്ടും കടലിൻ്റെ അടിയിലേക്ക് പോകുന്നതാണ് രീതി. ഇവിടെ ഈ കാണുന്ന നിർമ്മാണം ചെയ്തിരിക്കുന്ന ഇവിടെയുള്ള സ്കൂബ ഡൈവിംഗ് ടീം തന്നെയാണ്. ഒരു പൂന്തോട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിർമ്മിതി ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങളിലുള്ള ചെറുതും വലുതുമായ നിരവധി മത്സ്യങ്ങളെ നേരിട്ട് പരിചയപ്പെടാവുന്നതാണ്. മാംസഭുക്കുകളായ കടൽ സസ്യങ്ങളെ നിരവധിയായി കാണപ്പെടുന്നുണ്ട്. പവിഴപ്പുറ്റുകളാൽ സമ്പന്നമാണ് ലക്ഷദ്വീപ്. തിരമാലകളുടെ നിരന്തരമായ പ്രകമ്പനങ്ങളാൽ പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞ് കടലിനടിയിൽ അടിഞ്ഞുകൂടുന്നു. ഇതുമൂലമാണ് ലക്ഷദ്വീപിൻ്റെ കടലിൻ്റെ അടിഭാഗം വെള്ള കളറിൽ കാണപ്പെടുന്നത്. വളരെ മനോഹരമായ കടൽ സസ്യങ്ങളുടെയും ജീവികളുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടെയുള്ള പവിഴപ്പുറ്റുകൾ. മൂർച്ചയുള്ള ഗാഢമായ പവിഴപ്പുറ്റുകൾ പൊട്ടിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. കടൽ സസ്യങ്ങൾ ചില സമയങ്ങളിൽ ഒരു ബോൾ പോലെയായിരിക്കും. ഇതിൻ്റെ ശൽക്കങ്ങൾ അത്യധികം മനോഹരങ്ങളാണ്. ഞങ്ങളുടെ കൂടെ ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നുകൊണ്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഓരോ നിമിഷങ്ങളുടെയും വീഡിയോകളും ചിത്രങ്ങളും യഥേഷ്ടം അദ്ദേഹം പകർത്തി. ഈ ഭാഗത്ത് കടലിനടിയിൽ ഏതോ കാലത്ത് ആരോ കൊണ്ടുവന്നു വെച്ച ഒരു ഇരുമ്പിൻ്റെ അസ്ഥികൂടം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സ്കൂബ ഡൈവിങ്ങിൻ്റെ അവസാനത്തിൽ ഞങ്ങളെല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ഒരു ഫോട്ടോഷൂട്ട് അവിടെ സംവിധാനം ചെയ്തിരുന്നു. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ ഫോട്ടോഷൂട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്കൂബ പോലുള്ള വാട്ടർ സ്പോർട്സ് ചെയ്യാം. കടലിനടിയിലെ മായാലോകം കാണുന്നതിനും അവയെ പരിചയപ്പെടുന്നതിനും ഇത് നമുക്ക് അവസരം നൽകുന്നുണ്ട്. കരയിലെ ജീവജാലങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവ കടലിനടിയിലാണെന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാവും. എത്ര പെട്ടെന്നാണ് 45 മിനിറ്റ് കഴിഞ്ഞു പോയത് എന്നറിഞ്ഞില്ല. കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ കണ്ട് കടലിൻ്റെ അടിത്തട്ടിലൂടെ കുറേ സമയം ചെലവഴിച്ചു. ഏതോ മായിക ലോകത്ത് എത്തിച്ചേർന്ന ഒരു പ്രതീതി. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ തിരികെ മടങ്ങിയത്. ഇനിയും സ്കൂബ ചെയ്യാൻ സാധിക്കണം. നീന്തൽവശമില്ലെങ്കിലും സ്കൂബ ചെയ്യാമെന്നതാണ് ഒരു പ്രത്യേകത. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകമായ പരിശീലനം നേടിയെങ്കിലേ സാധിക്കുകയുള്ളൂ. സ്കൂബ ഡൈവിങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ റൂമിലെത്തി. ഒരു ദിവസം ഏറ്റവും മനോഹരമായ അവിസ്മരണീയമായ ഒരു ദിനമാക്കിയതിൽ ഞങ്ങൾ സർവശക്തനോട് ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറഞ്ഞു. ലക്ഷദ്വീപിലെ ഒരു ദിവസം വളരെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു. നന്ദി.